ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ തന്നെ ഞാനും ഏട്ടനും കൂടി അടുത്തുള്ള മാർക്കറ്റിലെ അമല ഫിഷ് ഹാർബറിലേക്ക് പോകുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഇന്ന് തലക്കറി വെക്കാനും പിന്നെ കുറച്ച് ചിക്കനും അതും കൂടിയായിരുന്നു, അത് വാങ്ങാനായിരുന്നു ഞങ്ങൾ കാര്യമായിട്ട് വന്നിരുന്നത്. ഞങ്ങളിന്ന് മോദ ഫിഷിൻ്റെ തലയാണ് വാങ്ങിയത്. അത് വാങ്ങി, ചിക്കനും കുറച്ച് വാങ്ങി. പിന്നെ അതുപോലെ ഇവിടെ പലതരം മീനുകളുണ്ട് കേട്ടോ. കായൽ മീനാവട്ടെ, കടൽ മീനാവട്ടെ, ചിക്കൻ, ബീഫ്, പോർക്ക്, കാട, അങ്ങനെ പല ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതല്ല അപ്പം നമുക്ക് അവർ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് തരുന്നത്. ഇപ്പോൾ ഏത് തരം മീൻ വാങ്ങുകയാണെങ്കിലും അവരപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് തരും ചെയ്യും. പിന്നെ വേസ്റ്റ് ഇടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മോദയുടെ തലയും പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നു. അതെല്ലാം സെറ്റാക്കി വൈകിട്ടാകുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള രീതിയിലെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും ഇതാ അവരൊക്കെ എത്തി. അതിൽ നിന്ന് ഇറങ്ങുന്ന എൻ്റെ അച്ഛമ്മയും പാപ്പനും ആൻറ്റിമാരും പിന്നെ അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മോനും പിന്നെ പാപ്പൻ്റെ മക്കളും എല്ലാവരും അവരുടെ ഹസ്ബൻഡും എല്ലാവരും കൂടി ഒപ്പരാട്ടോ വന്നത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി വണ്ടിയിലേക്ക് കയറാൻ നിന്നു. ഞങ്ങളങ്ങനെ കാവാലം മൂലശ്ശേരി പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇറങ്ങിയത്. അവിടെ നിന്നാണ് ബോട്ട് കയറാൻ നിന്നിരുന്നത്. വണ്ടി അങ്ങനെ സൈഡാക്കി ഞങ്ങൾ അന്ന് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഫുഡും പിന്നെ അതിന് വേണ്ട പ്ലേറ്റും ഗ്ലാസും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇറക്കി. പിന്നെ 2 പേരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ഒപ്പരായിരുന്നു, 2 പാപ്പന്മാരുടെ. അപ്പോൾ അവർക്കുള്ള കേക്കും സാധനങ്ങളും എല്ലാം കൂടി വാങ്ങി ഞങ്ങൾ ബോട്ടിലേക്ക് നടന്നു. ഹലോ ഗൈസ്, 2 പേരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതിനുള്ള കേക്കാണിത്. നമുക്കിന്ന് മുറിക്കാം. ഈ പ്ലേസ് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഈ പാലം തന്നെ ചിലർക്ക് കണ്ടാൽ മനസ്സിലാവും. കുറേ സിനിമയിലുള്ളൊരു ലൊക്കേഷനാണ് ഇവിടെ കാവാലം. പിന്നെ ആമേൻ സിനിമ, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും പിന്നെ വെന്നീസിലെ വ്യാപാരി, പിന്നെ കുട്ടനാടൻ മാർപ്പാപ്പ, ആദ്യ രാത്രി, അങ്ങനെ ഒത്തിരി ഫിലിമിലുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഈ ബോട്ട് ജെട്ടിൽ ഇതേ ഒരു സ്പോട്ടിലാണ് ആമീൻ സിനിമയിൽ ഇന്ദ്രജിത്ത് ബോട്ട് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കമൽഹാസൻ, നമ്മളെ വെന്നീസ് വ്യാപാരിയിൽ കമൽഹാസൻ എന്ന് പറഞ്ഞിട്ട് വന്നിറങ്ങുന്ന ഒരു സീനുണ്ടായിരുന്നു. പിന്നെ ഹൗസ് ബോട്ടിൽ നിന്ന് മമ്മൂക്ക ഇറങ്ങി വരുന്നൊരു സീന്, അങ്ങനെ ഒത്തിരി സീനുകൾ എടുത്ത ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ആദ്യരാത്രി സിനിമയിലെ അശ്വതി ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞൊരു ഇത്, പിന്നെ ആമേൻ സിനിമയിലെ ബാൻഡ് സെറ്റ് ക്ലബ്ബ്, അതെല്ലാം ആ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ് എടുത്തിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ പാലം ഒരു ഫേമസ് ആണ്. കുറേ ആട്ടിൻകുട്ടിയും പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും തന്നെ ആ ഒരു സിനിമയിൽ തന്നെ കുറേ ആളുകൾ വന്ന് കയറി പോകുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള ഒത്തിരി വീഡിയോസാണ് അതിൽ നിന്ന് എടുത്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബോട്ടിലെല്ലാം കയറി നല്ല അടിപൊളി ഫ്രഷ് തെങ്ങിൻ കള്ള് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തെങ്ങിൻ കള്ളൊക്കെ കുടിച്ചു. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വെള്ളം വളരെ കൂടുതലാണ്. കയറുമ്പോൾ തന്നെ ബോട്ടിലുള്ളവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം അധികം കൂടുതലാണ്, പിന്നെ സൈഡിൽ കൂടെ ഒന്നും നടക്കരുത്, ശ്രദ്ധിക്കണം എന്ന്, വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മഴ അടുപ്പിച്ച് പെയ്തതുകൊണ്ടായിരിക്കും വെള്ളം വളരെ കൂടുതലായിരുന്നു. പിന്നെ ഞങ്ങൾ ദേവക്കൂട്ടം ഭയങ്കര ഹാപ്പി ആയിരുന്നു. യോയോ ഒക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു അവൻ പുറത്തേക്ക് നോക്കിയിട്ട്.
കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ കേക്ക് പകുതിയും മെൽട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് കേക്ക് മെൽട്ടാവാൻ തുടങ്ങി. അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു വേഗം കട്ട് ചെയ്തു, ആ ഒരു ഭംഗി പോയി പോകുന്നു. അങ്ങനെ എല്ലാവരും കൂടി പിന്നെ എന്നാൽ കേക്ക് അങ്ങ് കട്ട് ചെയ്യാമെന്ന് രീതിയിലേക്കായി. അങ്ങനെ 4 പേരും സെറ്റാക്കി ഇരുത്തി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സച്ചുവും ദേവക്കൂട്ടനും ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ച് ബർത്ത്ഡേയുടെ പാട്ടൊക്കെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് പറഞ്ഞത് ആനിവേഴ്സറി ആണെന്ന്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു. അവരുടെ സ്നേഹം എല്ലാവർക്കും പങ്കിട്ടു. അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്തു ഭയങ്കര ഹാപ്പി. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയായിരുന്നു ആ ബോട്ടിലൂടെയുള്ള യാത്ര കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കുറച്ച് കേക്ക് ഞങ്ങളുടെ ഡ്രൈവർമാരായ 2 പേർക്കും കൊടുത്തു. അതായത് അപ്പനും മകനുമാണ് ബോട്ട് ഓടിച്ചും കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കും കൂടി ഞങ്ങൾ കേക്കൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോഴാണ് അച്ഛമ്മേൻ്റെ മുഖത്തൊക്കെ കേക്കുള്ളത് കാണുന്നത്. അച്ഛമ്മയോട് ഞങ്ങളെപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെ ഹാപ്പി അല്ലേ. സത്യം പറഞ്ഞാൽ അച്ഛമ്മേനെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. കാരണം നമ്മുടെ ശരീരത്തിനേ പ്രായമാവുന്നുള്ളൂ, മനസ്സിനൊരിക്കലും പ്രായമാവുന്നില്ല എന്നുള്ളതിന് നേരെ ഉദാഹരണമാണ് കേട്ടോ ഞങ്ങളുടെ അച്ഛമ്മ. അപ്പോൾ ഇപ്പോഴും ഏതാണ്ട് ഒരാൾ കണ്ണടയൊക്കെ വെച്ച് എൻ്റെ ഒരു ഫോട്ടോ എടുത്തോണ്ട് ആനിവേഴ്സറി ആയിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പുറത്ത് നിന്ന് എൻ്റെ അമ്മ പറഞ്ഞു എന്നാൽ എൻ്റെതും കൂടി ഒരു ഫോട്ടോ എടുത്തു കൊണ്ടാന്ന് അറിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ മുന്നത്തെ പല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൻ്റെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ നമുക്ക് പല്ല് വെക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങളെ ബോട്ടിലെ യാത്ര കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനെ ബോട്ടിൽ തന്നെ ഇരിക്കാണ്ട് കുറച്ച് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി മുകളിലൊക്കെ കയറി ഇരുന്നു. കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. പക്ഷേ കുറച്ചൊരു ചൂടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് വേറെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതേപോലത്തെ ഒരു ട്രിപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാലേ നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. നമ്മളെ മൈൻഡിൽ എന്തുണ്ടെങ്കിലും അത് റിലാക്സ് ആവാനും ഫാമിലീൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കാനും അടിപൊളി വൈബാണ് കേട്ടോ. പിന്നെ സച്ചുകൂട്ടനും ദേവക്കൂട്ടനും ഏത് വണ്ടിയാണെങ്കിലും ശരി ഡ്രൈവർമാരുടെ അടുത്ത് ഇരുന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുകൊണ്ട് അവർ ഒന്നും നോക്കാണ്ട് അവർ ഡ്രൈവർമാരുടെ അടുത്ത് പോയി എങ്ങനെയാണ് അവർ ഓടിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. കടലിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഒരു അമ്മൂമ്മ. നമ്മൾ കടലിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം ഹൗസ് ബോട്ടായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അതിന് 15-16 പേർക്കൊക്കെ 20,000 രൂപയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത്രയും കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധാ ബോട്ടിലേക്ക് മാറിയത്. സ്ഫടികം സിനിമയിൽ നമ്മൾ തൊരപ്പൻ ബാസ്റ്റിൻ ചേട്ടൻ വന്നിറങ്ങുന്ന മോഡൽ ബോട്ടാണ് ഗൈസ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളി വൈബാണ്. നിങ്ങൾ എന്തായാലും അപ്പോൾ പാർട്ട് 1 വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ഇനി പാർട്ട് 2 കാണാം. ബൈ.